മലയാള സിനിമയിൽ വളരെയധികം വ്യത്യസ്ത വേഷങ്ങൾ ചെയ്ത് മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ വലിയൊരു കലാകാരനാണ് ജഗദീഷ്. ഏതു വേഷവും വളരെ അനായാസം കൈകാര്യം ചെയ്യുന്നയാൾ. പുതിയ കാലത്തിനനുസരിച്ച് അടിമുടി മാറിയ ജഗദീഷിനെയാണ് ഇന്ന് കാണാൻ സാധിക്കുന്നത്. ശരീരഭാഷയിലും ഡയലോഗ് ഡെലിവറിയിലുമെല്ലാം ഒരു പുതിയ ജഗദീഷാണ് സ്ക്രീനിലെത്തുന്നത്. പോയ വർഷം മലയാള സിനിമ കണ്ടതിൽ വെച്ച് ജഗദീഷ് എന്ന നടന്റെ മുഴുവൻ അഭിനയ ജീവിതത്തിലെ തന്നെയും ഏറ്റവും മികച്ച പ്രകടനങ്ങൾ ഉണ്ടായതും 2023-ലാണ്. നേരടക്കമുള്ള സിനിമകളിൽ മികച്ചതും വ്യത്യസ്തവുമായ പ്രകടനമാണ് ജഗദീഷ് ചെയ്തത്. പ്രായത്തിനനുസരിച്ച് കഥാപാത്രങ്ങൾ തിരഞ്ഞെടുത്ത് വിസ്മയിപ്പിക്കുന്ന കാര്യത്തിൽ ജഗദീഷ് മറ്റുള്ള നടന്മാരെക്കാൾ ഒരുപടി മുന്നിലാണ്. ഇന്ന് ജഗദീഷ് ഭാഗമല്ലാത്ത മലയാള സിനിമകൾ കുറവാണ്. ഗരുഡൻ, ഫാലിമി, നേര് തുടങ്ങിയ സിനിമകൾ സമ്മാനിച്ച വിജയത്തിന് പിന്നാലെ 2024-ലും വിജയം ആവർത്തിക്കാൻ എത്തുകയാണ് ജഗദീഷ്. ജയറാം ടൈറ്റിൽ റോളിലെത്തുന്ന സിനിമയിലെ ജഗദീഷിന്റെ ലുക്കും അഭിനയവും ട്രെയിലർ പുറത്തിറങ്ങിയപ്പോൾ തന്നെ ചർച്ചയായിട്ടുണ്ട്. ജഗദീഷിന്റെ രൂപമാറ്റവും പ്രകടനവും ഏറെ വിസ്മയിപ്പിച്ചുവെന്ന് ഒപ്പം അഭിനയിച്ച ജയറാം തന്നെ പറഞ്ഞു കഴിഞ്ഞു. അബ്രഹാം ഓസ്ലർ ട്രെയിലർ റിലീസിനു ശേഷം ചിത്രത്തിൽ ജഗദീഷ് ഫോറൻസിക് സർജനാണോ എന്ന സംശയമാണ് പ്രേക്ഷകർക്ക്. കാരണം ആശുപത്രി, പോസ്റ്റ്മോർട്ടം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളിലാണ് ജഗദീഷ് പ്രത്യക്ഷപ്പെടുന്നത്. സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് ജഗദീഷ് നൽകിയ അഭിമുഖത്തിൽ അവതാരകൻ താരത്തോട് ഇതേക്കുറിച്ച് ചോദിക്കുകയും ചെയ്തിരുന്നു. ഈ സിനിമയിൽ ഫോറൻസിക് സർജനായിട്ടാണല്ലോ അഭിനയിക്കുന്നത്. യഥാർത്ഥ ജീവിതത്തിലും ഫോറൻസിക് സർജനുമായി ഏറെ ബന്ധം ഉള്ളയാളല്ലേ? എവിടെയെങ്കിലും ഈ കഥാപാത്രമായിരിക്കുന്ന സമയത്ത് രമാ മാമിനെ ഓർത്തിരുന്നു എന്നാണ് അവതാരകൻ ചോദിച്ചത്. അതിന് വളരെ വിശദമായി തന്നെ ജഗദീഷ് മറുപടി നൽകി. കൂടുതൽ എനിക്ക് കഥാപരമായി പറയാൻ പറ്റില്ല, അല്ലാതെ എനിക്കൊരു ഇമോഷൻ വെച്ചിട്ട് സംസാരിക്കാൻ പറ്റും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേസുകൾ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുള്ളത് എന്റെ ഭാര്യയാണ്. റെക്കോർഡ് നമ്പറാണ്. 20,000-ൽ പരം പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ട്. അതിലെ ഇമോഷൻസ് ഭീകരമാണ്. സാധാരണ സർജന്മാരെ പോലെയല്ല ഇവർ ഇത് ചെയ്യുന്നത്. ഇതിൽ സത്യം എന്താണെന്ന് വേർതിരിക്കുന്നു. ഇതിൽ ചില കാര്യങ്ങൾ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം പ്രഗ്നന്റ് ലേഡീസ് ആക്സിഡന്റലി മരിക്കുമ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ വയറിലുള്ള കുട്ടിയും ഉണ്ടാവും. അതിന്റെ ഇമോഷൻസ് വൈകുന്നേരം വന്നിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഫോറൻസിക് സർജൻ ആഹാരം കഴിക്കുന്നത് മോർച്ചറിയുടെ തൊട്ടടുത്ത മുറിയിലിരുന്നാണ്. എനിക്ക് അതിനകത്തോട് കടക്കാൻ തന്നെ പേടിയാണ്. എന്റെ കുട്ടികൾ നേരത്തെ സ്കൂൾ വിട്ടു വരുമ്പോൾ രമയുടെ ഫോറൻസിക് സർജനായുള്ള റൂമിൽ പോയി റിലാക്സ് ചെയ്യും. പക്ഷെ എനിക്കത് പറ്റില്ല. അതിനകത്ത് ഇരിക്കാൻ എനിക്ക് മടിയാണ്. എന്റെ ഈ സിനിമയിലെ കഥാപാത്രത്തിനും അതിൻ്റെതായ ഇമോഷൻസ് ഉണ്ട്. അതെന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ സിനിമ കാണണം. എൻ്റെ ക്യാരക്ടറുമായിട്ട് എൻ്റെ ഭാര്യയുടെ പ്രൊഫഷൻ എത്രത്തോളം ചേർന്നിരിക്കുന്നു എന്ന് സിനിമ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. ജീവിച്ചിരുന്നെങ്കിൽ എൻ്റെ ഈ മാറ്റം കണ്ടിട്ട് ഏറ്റവും അധികം സന്തോഷിക്കുമായിരുന്നത് രമയാണ്. അതിലെനിക്ക് യാതൊരു സംശയവുമില്ല. ഞാൻ ഇപ്പോൾ ചെയ്യുന്ന പോലെയുള്ള കഥാപാത്രങ്ങൾ ഞാൻ ചെയ്തു കാണാനായിരുന്നു രമ ആഗ്രഹിച്ചിരുന്നത്. ഭാഗ്യവശാൽ എൻ്റെ കുട്ടികൾ അത് പിന്തുടർന്ന് രമ തന്ന പോലെയുള്ള പിന്തുണ എനിക്ക് നൽകുന്നുണ്ട്. എനിക്കിപ്പോൾ എൻ്റെ ജീവിതത്തോടെ ഒരു ത്രില്ലുമില്ല. രമ പോയതിനു ശേഷം എൻ്റെ ജീവിതത്തോടുള്ള ത്രില്ലൊക്കെ നഷ്ടപ്പെട്ടു. ആ ത്രില്ല് എനിക്ക് വീണ്ടും നേടിയെടുക്കാൻ പറ്റുന്നത് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കഥാപാത്രങ്ങളിലൂടെയാണ് എന്നാണ് ഭാര്യയെയും മക്കളെയും കുറിച്ച് സംസാരിക്കവേ ജഗദീഷ് പറഞ്ഞത്. അബ്രഹാം ഓസ്ലർ സംവിധാനം ചെയ്തിരിക്കുന്നത് മിഥുൻ മാനുവൽ തോമസ് ആണ്. കൂടുതൽ സിനിമാ വാർത്തകൾക്ക് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.